ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നുള്ള പടം കണ്ടു. അപ്പം അത് കണ്ടിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പം ഈ ഒരു പടത്തിലെ നായകനായിട്ട് വരുന്ന കുഞ്ചാക്കോ ബോബനാണ്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നല്ലൊരു അടിപൊളി പടമാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്നത്. നല്ലൊരു കഥയും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എൻഗേജിങ് ആയിട്ടിരുന്ന് കണ്ടിരിക്കാവുന്ന ഒരു പടമാണിത്. ഇതിനകത്ത് എടുത്തു പറയേണ്ടത് കുഞ്ചാക്കോ ബോബൻ്റെ അഭിനയമാണ്. നല്ല അടിപൊളിയാണ്. പുള്ളിയുടെ കരിയർ ബെസ്റ്റ് അഭിനയം എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ നല്ല അടിപൊളിയായിട്ട് പുള്ളിയുടെ റോള് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രിയമണി എന്നതിലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് വേറെ കുറേ ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടറൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിനകത്തെ വില്ലൻ ക്യാരക്ടറാണ്. ആ വില്ലൻ്റെ ആ ഗ്യാങ് ഉണ്ട്, നല്ല അടിപൊളി സാധനമാണ്. അതായത് നായകന് ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഒരു വില്ലൻ ഗ്യാങ് ആണ് ഈ പടത്തിലുള്ളത്. ആ ഒരു വില്ലൻ ഗ്യാങ് അത്രയ്ക്ക് നല്ല പവർഫുൾ ആയതുകൊണ്ടാണ് ഈ ഒരു പടത്തിന്റെ റേഞ്ച് തന്നെ മാറി നല്ലൊരു അടിപൊളി പടമായത്. ചില പടങ്ങളിൽ കാണാം, അതായത് നായകൻ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, പക്ഷെ അതിനകത്തുള്ള വില്ലന്മാർ അത്രയ്ക്ക് അങ്ങോട്ട് പോരാ. അപ്പം ചിലപ്പോൾ നായകനോടൊത്ത് നിൽക്കാൻ പറ്റാത്ത അത്രയ്ക്കുള്ള വില്ലന്മാരൊക്കെ ചില പടത്തിൽ കാണും. അപ്പോൾ ആ ഒരു പടം കാണുമ്പോൾ നമുക്ക് അത്ര അങ്ങോട്ട് ഇൻട്രസ്റ്റ് തോന്നത്തില്ല. ഈ പടത്തിൽ പക്ഷെ അത് ഓക്കെയാണ്, കാരണം നായകനോട് കട്ടയ്ക്ക് നിൽക്കുന്ന വില്ലന്മാർ ഉണ്ട്. പിന്നെ ഇതിനകത്ത് വലിയ കോമഡി കാര്യങ്ങളൊന്നുമില്ല, വലിയതെന്നല്ല, കോമഡി ഇല്ല. ഒരു സീരിയസ് സെറ്റപ്പിലാണ് പടം മൊത്തം പോകുന്നത്. പിന്നെ ഇതിനകത്ത് ആക്ഷൻ ആണെങ്കിലും അടിപൊളി സാധനമാണ്. പക്ഷേ ഈ ഫൈറ്റ് എല്ലാം എടുത്ത് വെച്ചേക്കുന്നത് ഷേക്കിംഗ് ക്യാമറ വെച്ചിട്ടാണ്. അത് വെച്ചെടുത്തത് കൊണ്ട് ഒരു ചെറിയ കാണുമ്പം നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ചിലപ്പോൾ സ്വിച്ചൊന്നും വരത്തില്ല. പക്ഷേ ഫൈറ്റ് കൊറിയോഗ്രഫി അടിപൊളിയാണ്. സാധാരണ ഒരു ക്യാമറ വെച്ചെടുക്കുകയായിരുന്നെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടെ ഒരു ഇമ്പാക്റ്റ് വന്നേനെ. ഈ ഒരു പടം നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുകയാണെങ്കിൽ നല്ല അടിപൊളി ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഈ ഒരു പടത്തിൽ മറ്റേ റംസാൻ ഉണ്ട്, പിന്നെ ആനന്ദം സിനിമയ്ക്കകത്തെ ആ ഒരു ആളുണ്ട്. ആളാണ് ഇതിനകത്ത് മെയിൻ വില്ലനായിട്ട് വരുന്നത്. ആ വില്ലന്റെ ഗ്യാങ് ആണെങ്കിൽ അടിപൊളിയാണ്. ഗ്യാങ്ങിലുള്ള എല്ലാവരും നല്ല അടിപൊളിയാണ്. ഇപ്പൊ കുഞ്ചാക്കോ ബോബൻ എല്ലാം ഭയങ്കര സീരിയസ് കഥാപാത്രം, അല്ലെങ്കിൽ എല്ലാം ഏകദേശം ഒരു സീരിയസ് കഥാപാത്രമാണ്. ഇനിയും പഴയ പോലെ ആ ചോക്ലേറ്റ് ബോയ് ടൈപ്പുള്ള ഒരു പടം കുറച്ച് കോമഡിയൊക്കെ ചേർത്ത് വന്നായിരുന്നെങ്കിലും നല്ലതായിരുന്നു. ഇതിനകത്ത് കുറച്ച് ഇമോഷണൽ സീൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നല്ല അടിപൊളിയായിട്ട് കുഞ്ചാക്കോ ബോബനാണെങ്കിലും ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സിനിമയുടെ ഇന്റർവെൽ ആണെങ്കിൽ ഏകദേശം 1 മണിക്കൂറിന് ഉള്ളിൽ തന്നെ വരുന്നുണ്ട്. പക്ഷെ പടം ഏകദേശം 2 മണിക്കൂർ 25 മിനിറ്റ് അങ്ങനെ കണ്ടുണ്ട്. പക്ഷെ ഇന്റർവെൽ കറക്റ്റ് 1 മണിക്കൂറിന് മുന്നേ, കറക്റ്റില്ല, ഏകദേശം ഒരു മണിക്കൂറിന് മുന്നേ ആയിട്ട് വരുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് കൂടുതലുണ്ടെന്നും പറഞ്ഞ് ലാഗൊന്നുമില്ല. ഫസ്റ്റ് ഹാഫ് എടുക്കുവാണെങ്കിലും സെക്കൻഡ് ഹാഫ് എടുക്കുവാണെങ്കിലും പടത്തിന് ലാഗൊന്നുമില്ല. നല്ല സ്മൂത്ത് ആയിട്ട് കണ്ടിരിക്കാവുന്ന നല്ല അടിപൊളി പടമാണ്. പിന്നെ ഈ പടമൊന്നും കണ്ട് പിള്ളേരൊന്നും വഴി തെറ്റത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു സിനിമ കണ്ടെന്നും പറഞ്ഞാൽ പെട്ടെന്ന് ഒരാളുടെ സ്വഭാവം മാറത്തൊന്നുമില്ല. പക്ഷേ അതൊരാൾ കാണുന്ന രീതി വ്യത്യാസമായിരിക്കും. കാരണം അതിനകത്ത് നല്ലതും കാണും, ചീത്തയും കാണും. ചീത്ത മാത്രം എടുക്കുന്ന ചിലർ കാണുമല്ലോ. അപ്പം സിനിമയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ബാക്കിയുള്ളവർ ഈ പടമൊക്കെ തന്നെയാണല്ലോ കാണുന്നത്. അപ്പം ഇത് കാണുന്നവരുടെയാണ് കുഴപ്പം. കാണുന്നവർ ഇതെങ്ങനെ എടുക്കുന്നു എന്നതിലാണ് കാര്യം. അല്ലാതെ സിനിമ ഇപ്പം ഭയങ്കര വയലൻസ് ഉണ്ടെന്നും പറഞ്ഞ് എല്ലാവരും ആ സിനിമ കാണുന്ന എല്ലാവരും പിന്നെ വയലൻ്റ് ആയിട്ട് പെരുമാറും എന്നില്ലല്ലോ. മോശം വശം മാത്രം എടുക്കുന്ന ചിലരും കാണും. ഇപ്പം ആ ആളെ അല്ലേ കുറ്റം പറയേണ്ടത്. അല്ലാതെ ഇപ്പം നടക്കുന്ന കാര്യങ്ങൾക്കെല്ലാം കാരണം സിനിമയാണെന്നും പറഞ്ഞ് ചുമ്മാ തള്ളിക്കളയാതെ ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് നടക്കുന്നു എന്നുള്ളതിനൊക്കെ ശരിക്കും ഒന്ന് അന്വേഷിച്ചിറങ്ങിയാൽ അതിനുള്ള ഉത്തരം കിട്ടും. അല്ലാതെ സിനിമയെ മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഇപ്പം എല്ലാം ഒന്നും മറയ്ക്കാനായിട്ട് എന്താ പറഞ്ഞാലും അത് സിനിമ കണ്ടിട്ടാണ് എന്നുള്ള ഒരു ഇതിലാണ് ഇപ്പം എന്തായാലും പോകുന്നത്. അങ്ങനെയൊന്നും ഈ പടത്തിന് വരാതിരിക്കട്ടെ. ഏതായാലും നിങ്ങൾ ഈ ഒരു പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് കാണാം. ഓക്കെ, ബൈ.